ഹൗ ഡു യു ഫീൽ സിത്താര? ഐ എം ഓക്കെ ഡോക്ടർ. ബ്ലഡ് കുറച്ച് അധികം നഷ്ടപ്പെട്ടിരുന്നു, അതുകൊണ്ടാണ് മയക്കത്തിൽ നിന്ന് ഉണരാൻ താമസിച്ചത്. എനിവേ, കൂടുതൽ സ്ട്രെയിൻ ചെയ്യണ്ട. ഓക്കെ ഓക്കെ, താങ്ക് യു. അമ്മേ ഓക്കെ അല്ലേ? മതി മോളെ. ആ പറഞ്ഞു ഉദയേട്ടാ. നിങ്ങൾ എവിടെയാ? എവിടെ തെണ്ടി നടക്കുക? തെണ്ടി നടക്കുന്നത് നിന്റെ ഞാനിവിടെ തെണ്ടി നടക്കുന്നുണ്ടേ, അതിന് വേണ്ട പ്രയോജനങ്ങളുണ്ട്, മനസ്സിലായ? അത് പറയാനാ ഞാനിപ്പോ നിന്നെ അങ്ങോട്ട് വിളിച്ചത്. ഓ, എന്താണാവോ? എടീ, നമ്മുടെ സിത്താരയില്ലേ, ഗാഥയുടെ മമ്മി, അവളിപ്പോഴേ തലയടിച്ചു ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുക. സിത്താരയ്ക്ക് എന്ത് പറ്റി? സിത്താരയ്ക്ക് എന്ത് പറ്റിയാലും നമ്മുടെ ഭാഗ്യമാ. അതെങ്ങനെ? എടി, സിത്താര ഇപ്പൊ സിറ്റി ഹോസ്പിറ്റലാ ഉള്ളത്. ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് നിർമ്മലയ്ക്ക് അറിയാമോ? ഒരു ഗാഥ സിത്താരയുടെ അടുത്തുണ്ട്. ആ ഗാഥ മറ്റേ ഗാഥയെ ഫോൺ ചെയ്ത് മമ്മിക്ക് സുഖമില്ല, ഇത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറഞ്ഞിരിക്കുക. ഉടനെ തന്നെ മറ്റവളും ഇപ്പൊ ഇവിടെ എത്തും. ഉദയേട്ടൻ പറയുന്നത് സത്യമാണോ? പിന്നെ അല്ലാതെ. എടി, എന്റെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാ ഞാനിപ്പോ പറഞ്ഞത്. കുറച്ചു മുന്നേ രണ്ടെണ്ണത്തിനെയും പൊക്കാൻ വേണ്ടി ഞാൻ ഒരു ശ്രമം നടത്തിയതാ. പക്ഷെ അത് പാളിപ്പോയി, എനിക്ക് പണിയും കിട്ടി. പിന്നെ ഈശ്വരൻ കാണിച്ചു തന്ന പോലെ രണ്ടുപേരും ഒരു 5 മിനിറ്റിനുള്ളിൽ ഇവിടെ ഉണ്ടാവും. നീ പെട്ടെന്ന് അവിടെ നിന്ന് ആരാന്ന് വെച്ചാ കൂട്ടിക്കൊണ്ടുവാ. ഇന്ന് അവളെ പിടിച്ചേ പറ്റൂ നോക്ക്. എന്ത് ചെയ്യാനാ? ഏട്ടനും അമ്മയൊന്നും ഇവിടെ ഇല്ല. പിന്നെയുള്ളത് സുമിത്രയാ. അതൊക്കെ അത്. ഇനി നവീനോടെ പോയി. അവനവിടെ ആർക്കറിയാം. എന്നാ പിന്നെ നീ അവിടെ നിന്ന് വൈകണ്ട. എത്രയും പെട്ടെന്ന് സുമിത്രയും കൂട്ടി ഇങ്ങോട്ട് പുറപ്പെട്ടോ. സിതാര ആശുപത്രി കിടക്കുന്ന കാര്യമായതുകൊണ്ട് സുമിത്രയ്ക്ക് വരാതിരിക്കാൻ പറ്റില്ല. രണ്ടെണ്ണം കൂടെ ഒരുമിച്ച് എന്റെ മുമ്പിൽ വന്ന് ചാടിയാലേ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂലടി. എന്റെ ശരീരം ഉടഞ്ഞിരിക്കുക. നീ എത്രയും പെട്ടെന്ന് വന്നേ പറ്റൂ. ഉദയേട്ടൻ പേടിക്കണ്ട, ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം. ഈ വീട്ടിനകത്ത് പല മാർഗങ്ങളും നോക്കിയിട്ടും നമ്മളെ കൊണ്ട് അവരെ പിടിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇന്ന് നമ്മൾ രണ്ടിനെയും പൊക്കിയിരിക്കും. ഉദയേട്ടൻ ഫോൺ വെച്ചോ. എടി, എത്രയും പെട്ടെന്ന് നമുക്ക് സിറ്റി ഹോസ്പിറ്റലിൽ എത്തണം. വേഗം റെഡിയാ നോക്ക്. സുമിത്രേ, സുമിത്രേ. എന്താ നിർമ്മലേ? ഒന്നും പറയണ്ട എന്റെ സുമിത്രേ. എന്താ? ഉദയേട്ടനെ ഒരു ചെറിയ പരിക്ക് പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ പോയതാ. അവിടെ ചെന്നപ്പോഴേ ദേ നമ്മുടെ സിത്താരയുണ്ടല്ലോ, ഗാഥയുടെ മമ്മി, തലയിടിച്ച് വീണ് പരിക്കോട് അവിടെ കിടക്കുന്നു. അയ്യോ, സിത്താരയ്ക്ക് എന്താ പറ്റിയേ? എന്താന്ന് കൃത്യമായിട്ടൊന്നും ഉദയേട്ടന് മനസ്സിലായിട്ടില്ല. എന്താന്നേ, നമുക്കൊന്ന് അവിടം വരെ പോയി അന്വേഷിക്കാം. ഞാൻ നവീനെ ഒന്ന് വിളിച്ച് പറയട്ടെ. നവീനും കൂടെ വരണം. അത്രയും വേണ്ടപ്പെട്ട ഒരാളാണല്ലോ. എന്താ മോനെ, സിത്താരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. വീണ് പരിക്ക് പറ്റിയെന്നാ പറഞ്ഞത്. ആര് പറഞ്ഞു? ഉദയൻ. ആ ഹോസ്പിറ്റലിൽ എന്തോ ആവശ്യത്തിന് എന്നപ്പോ അറിഞ്ഞതാണത്രേ. അമ്മാവൻ പറഞ്ഞതാണെങ്കിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കണ്ടമ്മേ. കള്ളത്തരം പറയാൻ വല്ല മടിയുള്ള ആളാണോ? സത്യം തന്നെയായിരിക്കും. നീ ഒരു കാര്യം ചെയ്, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരാൻ നോക്ക്. ഏത് ഹോസ്പിറ്റല്?
ഏത് ഹോസ്പിറ്റലാ? സിറ്റി ഹോസ്പിറ്റലാന്നാ പറഞ്ഞ. ആ മോനെ, സിറ്റി ഹോസ്പിറ്റലിലാ. ഞങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോവാ. നീ അങ്ങോട്ട് വന്നാ മതി. ശരി അമ്മേ. നിർമ്മലേ, ഞാൻ കുറച്ച് പൈസ എടുത്ത് കയ്യിൽ വെക്കാം. ഓ. എന്തെങ്കിലും ആവശ്യം വന്നാലോ? ആ പോയിട്ട് വാ, പോയിട്ട് വാ. എല്ലാം കൃത്യമായിട്ട് ഒരുങ്ങി വരുന്നുണ്ട്. നവീന്റെ സുമിത്രയുടെ മുന്നിൽ വെച്ച് അവളുമാരെ പിടിച്ചേ പറ്റൂ. ദേ അവിടം വരെ ചെന്നിട്ടേ വായി നോക്കി അങ്ങോട്ടും കൂടെ നടക്കാനല്ല നിന്നെ കൊണ്ടുപോകുന്നത്. രണ്ടിനെയും കൂടെ പിടിച്ച് അവരുടെ മുന്നിൽ ഇട്ട് കഴിഞ്ഞാലേ അതിന്റെ ഫലം നിനക്കാ. അത് നടക്കും അമ്മേ. ആ, കൊറേ കാലം ആയല്ലോ ഞാനും ആഗ്രഹമൊക്കെ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ഉം. അമ്മയ്ക്ക് എഴുന്നേക്കണോ? ഹൗ ഡു യു ഫീൽ സിത്താര? ഐ എം ഓക്കെ ഡോക്ടർ. ബ്ലഡ് കുറച്ച് അധികം നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് മയക്കത്തിൽ നിന്ന് ഉണരാൻ താമസിച്ചത്. എനിവേ കൂടുതൽ സ്ട്രെയിൻ ചെയ്യണ്ട. ഓക്കെ? ഓക്കെ, താങ്ക് യു. അമ്മേ ഓക്കെ അല്ലേ? മോളിക്കുട്ടി, നമുക്ക് പുറത്ത് നിൽക്കാം. കഴിക്കാൻ എന്തേലും വേണോ? വേണ്ട മോളെ, വേണ്ടേ? വേണ്ട. അമ്മ, കൃഷ്ണ അടുത്ത് നിൽക്കുമ്പോഴും തൊടുമ്പോഴും മാഡം നല്ല സന്തോഷത്തില. അമ്മ അത് ശ്രദ്ധിച്ചായിരുന്നോ? എങ്ങനെയൊക്കെ നിഷേധിച്ചാലും അവളുടെ പെറ്റമ്മയല്ലേ മോളെ. ഞാൻ ഇറക്കി വിട്ടത് നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല കേട്ടോ. അറിയാം, പക്ഷേ എനിക്കറിയാവുന്ന അമ്മ പാവം. നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ. അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് പ്രയോജനമില്ല. ഷേ വേണ്ട, അതൊക്കെ വിട്ടേക്കൂ. ഇപ്പോഴേ മനസ്സ് സന്തോഷമായിട്ട് വെക്കൂ. ഗാദേസിന് ചേച്ചിയും ഇപ്പൊ വരും. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്.